വികസനത്തിന്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുമ്പോൾ ജീവൻ പണയം വെച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ദുരിതക്കാഴ്ചയാവുകയാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വണ്ടാനം കിഴക്ക് മുക്കയിൽ ആറ്റുതീരത്തെ നിരവധി കുടുംബങ്ങളാണ് പുറം ലോകത്തെത്താൻ വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്നത്. 10-5 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം തടിയും ഇരുമ്പും കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നിർമ്മിച്ചതാണ്. യാത്രാ ദുരിതം വളരെയേറെയുള്ള ഇവിടെ ഒരു നല്ല പാലം നിർമ്മിക്കാൻ നാളിതുവരെ മാറി മാറി വന്ന സർക്കാരുകൾക്കോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. തകർന്നടിഞ്ഞ പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാർ സഞ്ചരിക്കുന്നത്. പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന തടികൾ ദ്രവിച്ച അവസ്ഥയിലാണ്. ഇനി മഴ ശക്തമായാൽ ഏത് നിമിഷവും ഈ തടികൾ നിലം പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും വലിയ ദുരിതത്തിലായി. കിടപ്പ് രോഗികളായവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. നമുക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴക്കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും കുട്ടികളെ അക്കരെ കൊണ്ടുവരാൻ വലിയ പാടാണ്. പിന്നെ യാത്രാ സൗകര്യം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൗകര്യവും കുട്ടികൾക്കൊരു സേഫായിട്ട് അക്കരെ വരാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. സമീപത്തെ വെട്ടിക്കരി പാടശേഖരത്തെ നെൽകർഷകരും വലിയ ദുരിതത്തിലാണ്. ഇവിടെ കൊയ്ത്ത് യന്ത്രം എത്തിക്കാൻ ഇരട്ടിയിലധികം രൂപയാണ് ചിലവഴിക്കേണ്ടി വരുന്നത്. മുക്കയിൽ നിന്ന് ആറ്റുതീരം വരെയുള്ള 1 കിലോമീറ്ററോളം ചെറിയ വഴി മാത്രമാണുള്ളത്. നാടെങ്ങും റോഡായിട്ടും ഇവിടെ മാത്രം ഇപ്പോഴും നടവഴി മാത്രമാണുള്ളത്. പാടശേഖരത്തിൻ്റെ ചെളി നിറഞ്ഞ ബണ്ടാണ് യാത്രയ്ക്കുള്ള ഏക ആശ്രയം. മഴയായാൽ ബണ്ടിലൂടെയുള്ള യാത്രയും നടക്കില്ല. ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകി മടുത്തതല്ലാതെ ഫലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പുതിയ MLAയും മന്ത്രിസഭയും ഒക്കെ വന്ന സാഹചര്യത്തിൽ പുതിയ പാലം കൂടി വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, ആലപ്പുഴ.